Thug Life, directed by Mairatnam, starring Kamal Hassan, ചിമ്പു ചിലംബരശൻ. അപ്പോൾ ജൂൺ 5-ാം തീയതി ഇറങ്ങുന്ന തഗ് ലൈഫ് എന്ന് പറയുന്ന ഉലക നായകൻ കമൽഹാസന്റെ ഒരു അടിപൊളി ഒരു എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും തഗ് ലൈഫ്. അത് ജൂൺ 5-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ ട്രെയിലർ ഇന്നലെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് തന്നെ 84 ലക്ഷം വ്യൂസൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും കമൽഹാസന്റെ ഒരു ഇന്ത്യൻ ഡൗണിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് നമുക്ക് പ്രത്യാശിക്കാം ഒരു തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. എന്തായാലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഒരു ഓവറോൾ എഡിറ്റിംഗ് വരുന്നത് നമ്മുടെ ശ്രീകാന്ത് പ്രസാദ്, അറിയാം നമുക്ക് ആടുജീവിതം അങ്ങനെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. ശ്രീകാന്ത് പ്രസാദിന്റെ എഡിറ്റിംഗ് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു അടിപൊളി ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിന്റെ രൂപത്തിൽ തന്നെ ഒരു വിക്രമോ അല്ലെങ്കിൽ കമൽഹാസന്റെ കഴിഞ്ഞ പടത്തിൽ നിന്ന് കുറച്ചെങ്കിൽ കൂടെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പടം തന്നെയായിരിക്കും തഗ് ലൈഫ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ട്രെയിലറായിരുന്നു, നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. അത് കാരണം അത്ര ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത്രത്തോളം വ്യൂസ് വന്നതിൻ്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ അതൊരു പ്രത്യാശയ്ക്ക് തന്നെ കേരളത്തിലെ ജനങ്ങളായി കഴിഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങളായി കഴിഞ്ഞാലും കമൽഹാസൻ എന്ന് പറയുന്ന നടന്റെ ഉലകനായകന്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമല്ല, ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ചിത്രം ഇറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ മുന്നിലേക്ക് ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നതിൻ്റെ തെളിവാണ് ലോഞ്ച് ചെയ്ത ഉടനടി തന്നെ 84 ലക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ അവൈലബിൾ ആണ് വ്യൂസ്. പിന്നെ ഒരു ഓവറോൾ ഒരു പടത്തിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ചിമ്പു ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കമൽഹാസൻ, ഈ 2 പേരാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഉലകനായകൻ നമ്മുടെ കമൽഹാസന്റെ മകനായിട്ടാണ്, അല്ലെങ്കിൽ അഡോപ്റ്റഡ് സണ്ണായിട്ടാണ് ചിമ്പു എത്തുന്നത്. അപ്പം എന്തെല്ലാമോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും. ഒരു അവസാന ഘട്ടത്തിലേക്ക് 2 പേരുടെയും ഒരു റോറിംഗ് ഒക്കെ കാണാനുണ്ട്. അപ്പം ഇൻ കേസ് അല്ലെങ്കിൽ അവര് ഒരു ഹീറോ അല്ലെങ്കിൽ ആന്റി ഹീറോ റോളാണെന്ന് തോന്നുന്നു, ട്രെയിലർ കണ്ടിട്ട് എല്ലാവരും കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളി സാന്നിധ്യം ഒട്ടേറെ ഉണ്ട്. നമ്മുടെ ജോജു ജോർജ് ഉണ്ട്, ഐശ്വര്യ ലക്ഷ്മി, അതുപോലെ തന്നെ നമ്മുടെ ആക്ട്രസ് ആയിട്ട് വരുന്ന തൃഷ. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് തൃഷ. തൃഷയുടെ സാന്നിധ്യം വളരെയധികം ഈ പടത്തെ പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. പിന്നെ മണിരത്നത്തിന്റെ സിനിമ എന്ന് പറയുന്നത് ഒരു 60% അബവ് ഗ്യാരണ്ടീഡ് പടമായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പടം നിരുത്സാഹപ്പെടുത്താറില്ല. ഒരു PS1 PS2 പോലെ അദ്ദേഹത്തിന്റെ കരിയർ, അതും ഒരു ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയൊരു പതനം സംഭവിച്ചിട്ടുള്ള ഈ PS1 PS2 പോലുള്ള പടങ്ങളായിരുന്നു. എന്തായാലും ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു പടം തീർച്ചയായിട്ടും മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു നല്ലൊരു പടം തന്നെ ആയിരിക്കുമെന്ന് പ്രത്യാശിക്കാം. എന്തായാലും ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്, ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നെ മ്യൂസിക്കൽ AR റഹ്മാൻ, എവിടെ കൈ തൊട്ടാലും അത് പൊന്നാക്കി മാറ്റാൻ കഴിവുള്ള നമ്മുടെ AR റഹ്മാൻ, നമ്മുടെ സ്വന്തം, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്ന AR റഹ്മാൻ സാറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അപ്പോൾ എന്തായാലും മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടീഡാണ്. പിന്നെ ഡയറക്ഷൻ്റെ കാര്യത്തിൽ മണിരത്നം സാർ ഗ്യാരണ്ടീഡാണ്. പിന്നെ ആക്ടിങ് വൈസ് കമൽഹാസൻ സാർ. അപ്പോൾ ഓവറോൾ നമുക്ക് നല്ലൊരു പടത്ത് തന്നെ നമുക്ക് ഈ വർഷം ജൂൺ 5-ാം തീയതി നമുക്ക് ബിഗ് സ്ക്രീനിൽ എത്തി നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാമെന്ന് പറ്റുമെന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും ജൂൺ 5-ാം തീയതി നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം.